ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. ഇത് കുക്കിംഗ് പരീക്ഷണമാണ്. കുക്കിംഗ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പ്രിപ്പറേഷനാണ്. നിങ്ങൾ മികച്ചേരി കുക്കാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇതിൽ നമ്മൾ ചെയ്യുന്നത് പല റെസിപ്പിയൊക്കെ നോക്കി, പക്ഷേ നമ്മളേതായ ഒരു രീതിയിലൊരു റെസിപ്പിയാണ് നോക്കുന്നത്. മട്ടൻ വാങ്ങാൻ വേണ്ടി ടെസ്കോയിൽ ആണ് പോകുന്നത്. ടെസ്കോയിൽ ഇവിടെ എവിടെയോ ആണ് ഉള്ളത്. മീറ്റ് ആൻഡ് ഫിഷ് എവിടെയാണ് മട്ടൺ ഉള്ളത്? ലാമ്പാണ് വാങ്ങിയത്. ലാമ്പ് റോസ്റ്റ് ആണ് ചെയ്യുന്നത്. ലാമ്പ് കിട്ടിക്കഴിഞ്ഞ് അത് ആദ്യം നന്നായിട്ട് കഴുകണം. നന്നായി വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞിട്ട് അതിനെ മാരിനേറ്റ് ചെയ്യണം. നമ്മൾ പരീക്ഷണമായതുകൊണ്ട് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. നമ്മളിത് എങ്ങനെ ആയിത്തീരുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് ലാമ്പ് മാത്രമാണ് എടുത്തത്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇഞ്ചി, പിന്നെ വേണ്ടത് പച്ചമുളക്, പിന്നെ ഗാർലിക്, വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ നമ്മൾ റെസിപ്പി നോക്കുമ്പം ജീരകം അതങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എടുത്തില്ല. ചതച്ചെടുക്കാൻ വേണ്ടത്. ചതച്ചെടുക്കുന്ന നേരം മിക്സി ആണുള്ളത്. ഇവിടെ അമ്മിയൊന്നുമില്ല. മിക്സിയിൽ ചതച്ചെടുക്കാൻ വേണ്ടിയാണ്. ഈ മിക്സി തന്നെ ഇതെല്ലാം ശരിക്കുള്ള മിക്സി എവിടെ വെച്ചെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഇതാണ്. ഇതിനകത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. അതിനകത്ത് ജീരകം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയും മതി. ഇത് അത്യാവശ്യം ഒന്ന് ഇതായിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ലാമ്പിനകത്തേക്ക് കഴുകി വെച്ച് ലാമ്പിനകത്ത് ആഡ് ചെയ്ത് പിന്നെ പൊടികൾ ചേർക്കണം. പൊടികളിനകത്ത് ഉപ്പ് ഒത്തിരി ആവശ്യത്തിന് ചേർക്കുക. എല്ലാം ഒരു കണക്കൊന്നുമില്ല. നമ്മൾ കുറേ ചേർക്കും. എനിക്ക് ഇതിൻ്റെ കണക്കൊന്നും അറിയില്ല. അപ്പം നമ്മൾ പൊടി തന്നെ നോക്കിയിട്ട് മഞ്ഞൾപ്പൊടി മനസ്സിലായി. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയാണോ ഗരം മസാലയാണോ എന്നല്ല, മല്ലിപ്പൊടിയാണെന്നാണ് തോന്നുന്നത്. അതും ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. വൈഫ് നമ്മുടെ അടുക്കളയിൽ കയ്യേറിയിരിക്കുകയാണ്. അതിനകത്ത് മല്ലിപ്പൊടി എന്ന് തോന്നുന്ന ഒരു സാധനം ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച്. പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളർ കിട്ടും. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അതും ഒരു ടീസ്പൂൺ. കുറച്ച് കൂടുതൽ ഇട്ടാൽ കുറച്ചുകൂടെ എരിവുണ്ടാവും. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഒരു 4-5 എണ്ണം കരിവേപ്പില ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് അതിനകത്തേക്ക് തന്നെ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി വേവിക്കുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് അതിനകത്ത് വേവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മണിക്കൂറിന് മേലെ ഞാൻ വേവിക്കുന്നുണ്ട്. കാരണം ഇത് കുക്കറില്ലാതെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരം വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കുക്കറിലത് ചെയ്യുമ്പോൾ 1 മണിക്കൂർ വേവിക്കണം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. സ്പ്രിംഗ് ഒനിയൻ, പിന്നെ ക്യാപ്സിക്കം, ഇതൊക്കെയാണ് റെഡിയാക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ്റെ തന്നെ 2 ഭാഗവും ഇളം ഭാഗവും മറ്റോ രണ്ടും നമ്മൾ മുറിച്ച് പ്രത്യേകം വെച്ചിട്ടുണ്ട്. അത് അവസാനം ഇടാൻ വേണ്ടി. ഇനി ചെയ്തത് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ ഇട്ടിരിക്കുകയാണ്. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് എവിടെയുള്ള റെസിപ്പി ഒന്നുമില്ല. ഇത് എൻ്റേതായ ഒരു റെസിപ്പിയാണ്. ഇത് ചൈനീസ് പോലെ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുന്നത്. ചൈനീസൊക്കെ ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കണം എന്നാണ് പറയുക. അതിനകത്തേക്ക് അതൊന്ന് വാടിക്കഴിയുമ്പം നമ്മളെ ലാമ്പ്, നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് ഡ്രൈ ആക്കി വെച്ച ലാമ്പ് ആഡ് ചെയ്തു. ഇത് ഇപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ എനിക്ക് ഇപ്പം ചെറിയൊരു പ്രശ്നം പറ്റുന്ന തീ കൂടുതലാണ്. തീ കുറച്ചിട്ട് ചെയ്യണം. തീ കുറച്ച് കൂടിയ ഞാൻ അതിൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി. തീ കൂടിയതുകൊണ്ട് കുറച്ചൊരു ക്രിസ്പി കൂടുതലായിട്ട്. കുഴപ്പമൊന്നുമില്ല. ഡ്രൈ ആക്കുന്നവരെ ഉണ്ടാവും. ഇത് കുറച്ച് ക്രിസ്പി ആയിപ്പോയി. സംഭവം അടിപൊളി ആയിട്ടുണ്ട്.
ഇത് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി മട്ടൺ റോസ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിനകത്ത് നമ്മൾ പെരുംജീരകം ഒന്നും ചേർത്തിട്ടില്ല, ചതച്ച് ചേർക്കുമ്പോൾ അതൊന്നുമില്ല, വേറെ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയാണ്. പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക, പിന്നെ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ആയിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.